ഗുഡ് മോർണിംഗ് മേട്ടൂർ. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനൊരു കുഞ്ഞു യാത്രയിലാന്ന് പറഞ്ഞില്ലേ, അത് മേട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണത്, സേലം ത്തിൻ്റെയൊക്കെ അവിടെ കേട്ടോ. അപ്പോൾ രാവിലെ എത്തിയപ്പോൾ ഈ നേരത്തെ തന്നെ എടുക്കണം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ ഒരു കോലം. ഞാനൊന്നും കുളിച്ചിട്ട് വരില്ല, രാവിലെ നേരത്തെയാണത്. 6 മണിയൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോഴേക്ക് ഇതാ ഇങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി. ഇത് കണ്ട് തക്കാളിപ്പാടങ്ങളൊക്കെയാണ് പിന്നിൽ. ഇത് തക്കാളി പാടം. ഇപ്പുറത്ത് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതെവിടെ ഇതാണ് പരുത്തി. ഓ, തൊണ്ടേ കുറേശ്ശെ തണുപ്പുണ്ടേ. അപ്പോൾ അത് ഈ നേരത്തെ തന്നെ എടുത്തില്ലെങ്കിൽ കുറച്ച് വൈകി കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ അല്ലേ ദൃശ്യങ്ങൾ. അത് കാരണം കൊണ്ടാണ് ഇപ്പം തന്നെ എടുക്കുന്നത്. അല്ലെങ്കിൽ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും ശരിക്കും തമിഴ്നാടൻ ഗ്രാമങ്ങൾ മുഴുവൻ ഇങ്ങനെയാണ്. കാരണം അന്ന് ഞാൻ നാമക്കൽ ആ സൈഡിൽ പോയപ്പോൾ സെയിം ഇത് തന്നെയാണ്. എല്ലാ കൃഷികളും നല്ല മണ്ണാണ് കേട്ടോ, നല്ല മണ്ണാണ്, ചുവന്ന മണ്ണ്. പക്ഷേ ഇവിടെ നെല്ല് കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെള്ളം കുറച്ച് കുഴപ്പമാണ്. വെള്ളമില്ല അത്ര അധികം, കാവേരിയിൽ നിന്ന് കിട്ടണതേ ഉള്ളൂ. അപ്പോൾ അതന്നെ ഇപ്പോൾ ഒക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്, മുമ്പ് അത്രയും കിട്ടിയിരുന്നില്ല. അപ്പോൾ ഈ കൃഷിക്കുള്ള വെള്ളമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അധികം വെള്ളം വേണ്ടാത്ത ഈ തക്കാളി മാതിരിയും ഈ കോട്ടൺ മാതിരിയൊക്കെ ഉള്ള കാര്യങ്ങളെ ഇവിടെ ഉള്ളൂ. നെല്ലിനൊക്കെ നിറയെ വെള്ളം വേണ്ടേ. എന്നാലും ഏകദേശം ചിലരൊക്കെ ചെറിയ ചെറിയ ഇത് കുറച്ച് കൃഷികൾ നടത്തുന്നുണ്ട്. എല്ലാ ഫാമിലിയും ഉണ്ട് ഇവിടെ. കോഴി ഫാമിലി, പൂച്ച ഫാമിലി, പശു, ആട് എല്ലാം ഉണ്ട്. അപ്പം കണ്ട അതാ എന്താ ഇഡ്ഡലി ചുവന്ന ഇങ്ങനെ വരണേ ഉള്ളൂ, മെല്ലെ സൂര്യൻ പുറത്ത് വരണേ ഉള്ളൂ. ഇന്ന് അത്ര മൂടലൊന്നുമില്ല, അല്ലെങ്കിൽ നല്ല തണുപ്പാന്ന് തോന്നുന്നു ഈ നേരത്തൊക്കെ ഇവിടെ. അങ്ങനെ അപ്പോൾ ഈ തമിഴ്നാടൻ ഇന്ന് ഈ യാത്ര ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അത് രാവിലെ നേരത്തെ ഒന്ന് പറഞ്ഞിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ടേ. 4 മണിക്ക് തുടങ്ങും ഇവിടെ കോഴി. അലാമൊന്നും ആവശ്യമില്ല. ശരിക്കും കോഴി തന്നെ എണീപ്പിച്ചോളും. 4 മണിക്ക് വേണോ 5 മണിക്ക് വേണോ ഒക്കെ നമ്മളെ എണീപ്പിച്ചോളും. അപ്പോൾ ഇത് മോളുടെ ഫ്രണ്ടിൻ്റെ വീടാണ്. ഇതല്ല, ഇത് അവരുടെ എല്ലാവരും അവരുടെ ഫാമിലി തന്നെയാണ് 4 പേരും. ഇത് വല്യച്ഛനാണെങ്കിൽ അതാ അവിടെ ചെറിയച്ഛൻ, അതാ അവിടെ അത് ചെറിയച്ഛനാണ്. ഇത് അവരുടെ വീടാണ്. ഇത് കണ്ടില്ലേ. അങ്ങനെ എല്ലാവരും ഇവിടെ നിറയെ എല്ലാം ഒരു വലിയൊരു ഏരിയ നിറച്ച് ഒരു ഫാമിലി. നമ്മുടെ അവിടുത്തെ മാതിരി തന്നെ മുമ്പൊക്കെ അങ്ങനെയല്ലേ ഉണ്ടായിരുന്നേ. ഇപ്പോൾ എന്താ കോഴികളുടെ അവിടെ പോയി നൃത്തം. ഇവിടെ കൂട്ടിലൊന്നും ഇടില്ല കേട്ടോ, കൂട്ടിലൊന്നും ഇല്ല. ഇത് പശുവിൻ്റെയാണ്. പശുവിനും ആടിനും ഒക്കെ വേണമല്ലോ, അല്ലെങ്കിൽ. പക്ഷേ കോഴിയൊന്നും കൂട്ടിലില്ല, ഒക്കെ മരത്തിൻ്റെ മുകളിലാണ് ഇരുത്തം. എങ്ങനെയാണ് അവൻ മുട്ടയൊക്കെ എടുക്കണമെന്ന് അറിയില്ല കേട്ടോ. അപ്പം ഞാൻ ഇനിയിങ്ങനെ പോണത് എന്താണ് ഇവിടുത്തെ പരിപാടികളെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇന്ന ശരി. ഇതാ വൈക്കോക്കുണ്ടയൊക്കെ കണ്ടില്ലേ ഇവിടെ അല്ലേ. നമ്മളുടെ അവിടെയൊക്കെ ഉയരത്തിലാണെങ്കിൽ ഇങ്ങനെ പരത്തിയിട്ടാണ് വെച്ചിട്ടുണ്ടെന്ന് മാത്രം. ആ തൊഴുത്തിൻ്റെ അവിടെ ഇത് അവരുടെ തന്നെ വീടുകളാണ്. ഒന്നിലും ഇവിടെ മതിലില്ല കേട്ടോ, ഒരു സ്ഥലത്തും മതിലുകളില്ല വീടിൻ്റെ 4 പറയും. അപ്പോൾ ഞാൻ ആ കോഴികളുടെ പിന്നിൽ വന്നതാണ്. കോഴികൾ എപ്പോൾ തുടങ്ങിയെന്നറിയോ, രാത്രി മുഴുവൻ കൂക്കിയെടുക്കണം അവിടെ നിന്നിട്ട്. ഇതാ കണ്ടില്ലേ എന്താ അവരുടെ അറിയോ. ശരിക്കും നാടൻ കോഴികളല്ലേ, മറ്റേ തരമൊന്നും അല്ലല്ലോ. ഒക്കെ മെലിഞ്ഞ് നല്ല ഭംഗിയുള്ള മസിലുള്ള കോഴിയാണ്. ഇതാ കണ്ടില്ല നിൽക്കണ ഇവനാണ് ആ കൂക്കലുകാരൻ. ഇതൊക്കെ കരിങ്കോഴികൾ കണ്ടില്ലേ, കുട്ടികളും എല്ലാവരും കൂടി എന്താ പോണ പോക്ക്. നല്ല ഭംഗിയല്ലേ കാണാൻ അല്ലേ. മേഘങ്ങൾ എന്ത് രസമല്ലേ, സൂര്യൻ ഇങ്ങനെ വരണേ ഉള്ളൂ ഇങ്ങനെ മെല്ലെ. അപ്പം അത് കോട്ടൺ പാടത്തിൻ്റെ മുകളിൽ കൂടെ കണ്ടില്ലേ പരുത്തി ഇവിടെ. ഇവരിങ്ങനെ നടക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ മേഞ്ഞ് അതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. വേലിയുമൊന്നും ഇല്ലാത്ത കാരണം അപ്പുറത്ത് പോയിട്ടേ എന്തിട്ടാലും അത് തിന്നുന്നു. ആദ്യം വിത്തിട്ട അപ്പം മുഴുവൻ ഈ കോഴികൾ തിന്നുന്നു. അങ്ങനെ ഇയാൾ അവിടെ നിന്നിട്ട് കൂക്കൽ തന്നെ, എന്താണ് രാജാവിനെ മേലെയാണ് നിർത്തൊക്കെ. അങ്ങനെ ആൾക്കാരൊക്കെ പണിതുകൊണ്ടിരിക്കുന്നു. രാവിലെ ആയി കഴിഞ്ഞാൽ പിന്നെ അല്ലേ. കണ്ടില്ലേ എന്താ അവൻ്റെ ഒരു സ്റ്റൈൽ, ഭയങ്കര സ്റ്റൈലുള്ള കോഴി കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അവരെ നോക്കി നടക്കുകയായിരുന്നേ. അവിടെയാണെങ്കിൽ ആട്ടുകുട്ടികളും പശുവും എല്ലാം അവിടെ അവർ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പശുവിനെയൊക്കെ കറന്നു കഴിഞ്ഞു, അവനെ മാറ്റി കെട്ടിയിട്ടുണ്ട് കുഞ്ഞൻ ചക്കനെ. ഇത് രസമല്ലേ ഇതിനെ കാണാൻ. ഇവിടെ ചാണകം തെളിക്കലും. മുമ്പൊക്കെ നമ്മളുടെ നാട്ടിലൊന്നും ഇപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ല. കാരണം ആർക്കും മുറ്റം തന്നെ ഇല്ലല്ലോ, മണ്ണുള്ള മുറ്റം അല്ലേ, എല്ലാവരും ടൈൽസാണല്ലോ. അപ്പോൾ
ചാണകം തെളിച്ചിട്ട് വേണം അവർക്ക് കോലം ഇടാൻ. അപ്പോൾ പെൺകുട്ടികളാണ് കോലം ഇടുക ആണല്ലോ. അപ്പോൾ അതിനൊക്കെ റെഡി ആയിട്ട് ആ സാധനങ്ങളും പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണ്ടേ കോലം ഇടാൻ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട്. ഇല്ലേ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നത് എന്തൊരു നല്ല രസം അറിയൂ കാണാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ നല്ല സമയം, തണുപ്പുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് ഉള്ളിലേക്ക് കയറാനേ തോന്നുന്നില്ലേ, ഇത് രസാ പുറത്ത്. അപ്പോൾ ഇവർക്ക് നല്ല തണുപ്പ് തോന്നുന്നു, അതൊക്കെ തലയിലൊക്കെ കെട്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ കുട്ടി ഇവിടെ പെൺകുട്ടികളല്ലേ കോലിടും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ കുത്തുകൾ അല്ലേ, കുറേ പോയിന്റുകൾ ഇങ്ങനെ വരഞ്ഞിട്ടുണ്ടാവും. അതിനെ യോജിപ്പിക്കലാണ് എന്ന് പറയണത്. അപ്പോൾ അവർ പറയുമായിരുന്നു ഈ ഓരോ കുത്തും കുടുംബത്തിലത്തെ ഓരോരോ ആൾക്കാരാണെങ്കിൽ അതിനെ മുഴുവനെ യോജിപ്പിച്ച് വെക്കണം. കോലപ്പൊടി തന്നെ സ്ത്രീ ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ് കോലം പെൺകുട്ടിയോട് ഇടുന്നത് എന്നാണ് അവർ അങ്ങനെയൊക്കെ ഓരോ സങ്കല്പം. ഇപ്പൊക്കെ കളർ പൊടിയും കൊണ്ട് ചെയ്യാൻ തുടങ്ങി, കോലപ്പൊടിയും കൊണ്ട്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ വെറും അരിപ്പൊടി മാത്രം ഉപയോഗിച്ചിട്ട്. കാരണം ആട്ടുകുട്ടികൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ അരിപ്പൊടിയും കൊണ്ട് കോലിട്ട് കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം വരെ ഉറുമ്പുകൾക്കോ കിളികൾക്കോ ഒക്കെ തിന്നും ചെയ്യാമല്ലോ. അതുകൊണ്ടല്ലോ ഒരു ഗുണം അല്ലേ. പക്ഷെ ഇപ്പം അതില്ല എന്നാണ് പറഞ്ഞു. എളുപ്പം കൊലമാണല്ലോ, എളുപ്പം കോലപ്പൊടിയും കൊണ്ടാണ്. ഇത് കണ്ടില്ല ഇയാൾ പാലൊക്കെ കുടി കഴിഞ്ഞ് കറന്ന് കഴിഞ്ഞ് ഒരു നെറ്റ് കൊണ്ട് വായൊക്കെ അടച്ച് വെച്ച്, കാരണം ഇല്ലെങ്കിൽ മണ്ണ് തിന്നാത്രേ, അത് തിന്നരുത് വെച്ചിട്ടേ. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ അസൽ ഇടി തരും. എന്താ ഇടി അറിയോ, മുട്ടച്ചക്കൻ്റെ അതാ അങ്ങനെ ഇടിക്കല്. അപ്പുറത്ത് കുറച്ച് ആട്ടുകുട്ടികളുണ്ട്. അവരാണെങ്കിൽ എൻ്റെ ഇഷ്ടം കണ്ടിട്ടേ ആട്ടുകുട്ടി ഇങ്ങോട്ട് വരൂ ഇവിടെ വന്നിട്ട് ആട്ടുകുട്ടി എടുക്കാനൊക്കെ പറഞ്ഞു. ഇവിടെ കണ്ടില്ലേ ഒരാളെ കെട്ടിയിട്ടിറങ്ങണേ. പൊങ്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലേ അവർ അതിനെ അറക്കും കോഴിയെ. അപ്പം അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് കെട്ടിയിട്ടുള്ള ഒരു കോഴിയാണിത്. അവന് പിടിക്കുന്നില്ല കെട്ടിയിട്ടതൊന്നും. അപ്പം എന്നാൽ ശരി കേട്ടോ, ഞാൻ പോയിട്ട് എന്തെങ്കിലും ശാപ്പിടട്ടെ. ഇവിടെ ഇതൊക്കെ ഉഴുതിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് അവിടെ ഉണ്ടാക്കാൻ പോകണമെന്ന് അറിയില്ല കേട്ടോ. 4 പുറം കണ്ടില്ലേ, ഒരു വേലിയില്ല മതിലില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇത്. അപ്പം ഇനി എന്താ അറിയില്ല. അപ്പുറത്ത് കരിമ്പ് നിൽക്കുന്നുണ്ട് ഒരുപാട്. പോയിട്ട് ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ വൈകുന്നേരം മേട്ടൂർ ഡാമാണിത് കേട്ടോ. ഇത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഡാമാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകാൻ പറ്റും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അയക്കണില്ല കേട്ടോ, അവർ ഉള്ളിൽ കിടക്കാൻ അയക്കണില്ല, ക്ലോസ് ആണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ എടുക്കുകയാണ് കേട്ടോ ഫോട്ടോ. നെറ്റിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ശരിക്കും ഇവിടെ മീനൊക്കെ ഫ്രൈ ചെയ്തിട്ടും ഒക്കെ ഇങ്ങനെ കിട്ടും. അവിടെ ഒരാളിരുന്നിട്ട് ഇങ്ങനെ ഗംഭീര ക്യോ പറയുന്നുണ്ട്. അവിടെ ഇരുന്നിട്ട് കണ്ടില്ലേ, മീൻ പിടിക്കാതിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ശരിക്കും ഇവിടെയൊക്കെ ഇറങ്ങി പോവായിരുന്നു അല്ലേ. നമ്മളുടെ കവയൊക്കെ മാതിരി ഉണ്ട് കണ്ടില്ലേ, ഇത് അടച്ചിട്ടിരിക്കുകയാണ്, ഉള്ളിലേക്ക് പോകാൻ അയക്കണില്ല. മറ്റേ ഇത് മുകളിൽ കൂടെയൊക്കെ നടന്ന് നമുക്ക് കണ്ട് എന്തെങ്കിലും കാരണം ഉണ്ടാവുമായിരിക്കും അല്ലേ. ഇന്നെന്തായാലും എൻട്രി ഇല്ല. നല്ല ഭംഗിയാണ്. 4 പുറം ഈ ചെറുപരായ മലനിരകളാണ്, ഈ കിഴക്കൻ ഈസ്റ്റേൺ ഘാട്ട്സ്. അപ്പോൾ അവിടെ അമ്പലമുണ്ട്. അപ്പോൾ പിന്നെ അതൊരു ഭയങ്കര പഴയ അമ്പലമാണ്. പക്ഷേ ഇപ്പോൾ പുതിയതായിട്ട് അവരിങ്ങനെ ഓരോരോ ഇത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ താഴെ. അപ്പോൾ അതായത് ഈ പൊങ്കൽ പ്രമാണിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അവിടെ ഇത് വെച്ചിരിക്കുന്നത്. എല്ലാവിടെയും ഈ ചെറുളൊക്കെ അല്ലേ നമ്മളുടെ കുറേ ചെടികളൊക്കെ അങ്ങനത്തെ ഒക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്. അവരുടെ ഓരോരോ തട്ടയിടുന്നോ എന്തോ പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാര്യം എന്നറിയില്ല കേട്ടോ. ഇവിടെ റിനോവേഷനൊക്കെ അങ്ങനെ നടക്കുകയാണ് തോന്നുന്നു. കുറേ പ്രതിമകളൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് കേട്ടോ. ദശാവതാരം ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മത്സ്യം നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. മത്സ്യമുണ്ട്, നരസിംഹമുണ്ട്, പിന്നെ ശ്രീരാമനുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്, വരാഹമുണ്ട്. അതെന്താണെന്ന് മനസ്സിലായില്ലേ. ബാക്കിൻ്റെ ഇടയിലത്തെ ആൾക്കാരൊന്നും കാണാനില്ല. 5 പേരും കൂടി വേണം. അവരൊക്കെ വരാൻ പോണേ ഉള്ളൂ. 5 അവതാരങ്ങളുടെ ഇവിടെ വെച്ചിട്ടുള്ളൂ ഇപ്പോൾ. അപ്പം നമ്മൾ പഴനിയുടെ അത്രയൊന്നും ഇല്ല, 150-200 സ്റ്റെപ്സ് ഉണ്ട്, അത്രയേ ഉള്ളൂ. അത്ര കയറി പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് താഴത്തുനിന്ന് ആൾ പറഞ്ഞു മുകളിൽ പോയി കാണാം, അല്ലാണ്ട് ഉള്ളിലേക്ക് കയറി തൊഴുകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കുഴപ്പമില്ല കാണാമെന്ന് പറഞ്ഞിട്ട് പോരുകയാണ് കേട്ടോ. അപ്പോൾ പെരുമാൾ ആണ് ഇവിടെ, എല്ലാം പെരുമാൾ ആണ്. വിഷ്ണുവിൻ്റെ അമ്പലങ്ങളാണ് എല്ലാം അധികവും. അപ്പോൾ അത് കുറച്ചും കൂടി പുതിയ ടൈപ്പ് ആക്കുകയാണ് അവർ താഴെയൊക്കെ കേട്ടോ, പുതിയതായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ മുകളിൽ വന്നപ്പോൾ അവിടെയാണ് ആ പഴയതുള്ളത്. വെറും പാറ, നല്ല കരിമ്പും പാറ കേട്ടോ. അപ്പോൾ ഈ പാറയുടെ ഉള്ളിലുള്ള ഗുഹാക്ഷേത്രങ്ങളാണ് എല്ലാം. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗുഹാക്ഷേത്രങ്ങളാണ്. ഇവിടെ ഒരു വാതിലുണ്ട്, ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പോവാം. പക്ഷെ ഇപ്പോൾ തുറന്ന സമയമല്ല, അത് കാരണം കണ്ടില്ലേ ശരിക്കും ഒരു ഗുഹയുടെ ഉള്ളിൽ
ഫുള്ള് കരിമ്പാറ തന്നെ ഉള്ള പ്രതിമകളൊന്നുമല്ല, അവിടെ തന്നെയുള്ള പാറകളിൽ ഉള്ള ഓരോരോ ഇതാണ്. അവരതിനെയാണ് എന്താണ് പെരുമാളാണെന്ന് പറഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എത്ര പഴയതറിയോ, എത്ര പഴയ അമ്പലങ്ങളറിയോ എല്ലാം. ബാക്കിയുള്ള ഭാഗങ്ങൾ മാത്രമേ പുതിയതുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ, ഈ അമ്പലത്തിൻ്റെ അപ്പുറത്ത് കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മേട്ടൂർ ഡാം കാണാം. അണക്കെട്ട്, ശരിക്കുള്ള അണക്കെട്ട് കാണാനുള്ളൊരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. ഉരുണ്ട ഇത് എന്താണ് പാറക്കല്ലുകൾ, നല്ല നിറച്ച് കുരങ്ങന്മാർ. സൂക്ഷിച്ച് പോകണം. എന്തെങ്കിലും നമ്മുടെ കയ്യിൽ കണ്ടു കഴിഞ്ഞാൽ, കണ്ടില്ലേ ഈ ഇരിക്കുന്നവരൊന്നും ഇത്ര ശാന്തത അപ്പം ഉണ്ടാവില്ല. അപ്പോൾ എന്താ ഭംഗി നോക്കി, അണക്കെട്ട് കണ്ട, 4 പുറം മലകളും നടുവിൽ കാവേരിയാണ്. പിന്നെ കർണാടകയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഉള്ള ഇവർക്കുള്ള കുടിവെള്ളവും കൃഷി എല്ലാം ഈ അണക്കെട്ടുന്നാണ്, ഈ മേട്ടൂർ ഡാം എന്നാണ്. അപ്പോൾ ഈ 12 ഡിസ്ട്രിക്റ്റുകൾ, ഇതിപ്പോൾ സേലമാണ്, 12 ഡിസ്ട്രിക്റ്റുകൾ ഇതാണ്. ആ മലയുടെ മുകളിലാണ് അമ്പലം. അപ്പോൾ പോയി കാണിച്ചിരുന്നില്ലേ കേട്ടോ, അതാ ദൂരത്ത് കാണുന്നതാണ് ആ മലയുടെ ഏറ്റവും മുകളിൽ കാണുന്നതാണ് ആ അമ്പലം. ആ സൈഡിൽ നിന്ന് നമ്മൾ ഈ സൈഡിൽ വന്ന് നോക്കിയതാണ്. അപ്പോൾ അവിടെ കണ്ടില്ലേ വെള്ളമില്ലായ അണക്കെട്ടിൽ മാത്രമേ വെള്ളമുള്ളൂ കേട്ടോ. ഇപ്പോഴത്തെ ഉണങ്ങി മുരിഞ്ഞ് കിടക്കുക. ഇത് പുതിയ പാലമാണ്. വണ്ടികളൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഗുഡുഗുഡു പറയുന്നുണ്ട്. അതെന്താ മനസ്സിലായില്ല, അപ്പുറത്ത് പഴയ പാലമുണ്ട്. അപ്പോൾ നമ്മൾ ഈ പിന്നെ പോണതാണ്, എങ്ങടെ പോണറിയോ, ഏർക്കാട് എന്താണ് 1600 മീറ്റർ ഉയരത്തിലാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കാണാം എന്ന് പറഞ്ഞിട്ട് ശരിക്കും നമ്മുടെ നെല്ലിയാമ്പതിക്കൊക്കെ പോണ മാതിരിയുണ്ട്. അത്രയും ഉയരത്തിലാണ് കേട്ടോ, നല്ല ഉയരത്തിലാണ്. അപ്പോൾ അവിടെ ഇതാ കണ്ടില്ലേ മഞ്ഞും, അവിടെ തണുപ്പുണ്ടാവും എന്നാണ് ഒരു ഇത് കേട്ടോ, നല്ല തണുപ്പുണ്ടാവും എന്നാണ് പറഞ്ഞ. മുകളിൽ നോക്കാം. അപ്പോൾ ചിലപ്പോൾ ഒക്കെ കാണാൻ പറ്റില്ല, അവിടെ ഭയങ്കര തിരക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളുടെ ഭാഗ്യം വെച്ച് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ 20 ഹെയർ പിൻ വളവുകളാണ്. 20 എണ്ണമാണ് ഇപ്പോൾ എണ്ണിയത് കേട്ടോ. അതിൽ കൂടുതലുണ്ടോയെന്നറിയില്ല. അപ്പോൾ അത്രയും ഉയരത്തിലാണ് നമ്മൾ. അതൊക്കെ ഈ ചെറുവരായനാണ് കേട്ടോ. ഈ മലകളുടെയൊക്കെ പേരാണ് ഈ ചെറുവരായൻ. ഇവിടെ മുകളിൽ പോയപ്പോൾ നല്ല അസൽ ഇത് പോകാണ്, ഭയങ്കര ഇതായിട്ട്. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ശരിക്കും ആട്ടുംകാല വിചാരിച്ചു. ഇത് ആട്ടുംകാലല്ല കേട്ടോ, ആട്ടുംകാല് മാതിരി ഒരു കിഴങ്ങാണിത്. അതിൻ്റെ പേര് തന്നെ അതാണ് അത്ര, ആട്ടുംകാൽ കിഴങ്ങെന്ന്. നിറയെ ഇത് മഞ്ഞ് മൂടി, നല്ല മഞ്ഞ് മൂടിയിട്ട് ആണ് ഇരിക്കുന്നത്. വെയിലുണ്ട്, മഞ്ഞ് മൂടിയ മാതിരി ഇങ്ങനെ. ഒന്നും ക്ലിയർ അല്ല ഇവിടെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കിങ്ങനെ കാണിച്ചു തരാം. നല്ല തിരക്കുണ്ട് കേട്ടോ, ആൾക്കാർ, നല്ല കാറ്റും, ശരി കാറ്റുണ്ട്. കണ്ടില്ലേ ഇപ്പോൾ അവിടെയൊക്കെ. അത് തന്നെ ഞാൻ എനിക്ക് அதுதான் தெரிஞ்சது, ஆட்டுக்கால் மாதிரி இருக்கு. ஓ ஃபுல் கால்சியம் சத்து இருக்குது. 2 டைம்ஸ் சூப்பர்ச்சி குடிச்சிங்கன்னா கை கால் வலியெல்லாம் வராது. இது கால்சியம் சத்து இருக்குது. கால்சியம் இருக்குல்ல. அது என்ன புளியா? புளி ഇങ്ങനത്തെ പുളി എവ്വളോ കിട്ടും. പിന്നെ കറുവാപ്പട്ട അങ്ങനത്തത്. ഇതൊരു എന്തൊരു പൂരി സാധനം. ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഇതാണെന്ന് പറഞ്ഞു, സേലത്തെ. അപ്പോൾ അതും എന്തൊക്കെ സ്പെഷ്യലാണ് അതൊക്കെ വാങ്ങിത്തരണം അല്ലേ. എരിഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ അമ്മയെ എന്താ മൂക്കുകൂടിയും കണ്ണുകൂടിയൊക്കെ വെള്ളം വരികയായിരുന്നു. അങ്ങനെ കുരുമുളകൊക്കെ നിറയെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ നിറച്ച് ഈ മലയിലത്തെ സാധനങ്ങൾ മുഴുവൻ വാങ്ങിക്കാം. പുളിയൊക്കെ, പക്ഷേ പുളിയൊക്കെ 300 രൂപ 400 രൂപയ്ക്കാണ് കിലോ പറഞ്ഞത്. 300 അല്ല 400 രൂപ കിലോ. നമ്മൾ വെറുതെ എന്തിനാ നാട്ടിൽ 150 കിട്ടുമ്പോൾ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പോകണല്ലേ. കാട്ടുപുളിയല്ല, കാട്ടാറില്ല, നമുക്ക് നാട്ടുപുളി മതി, കുഴപ്പമില്ല. അതാ കണ്ണുണ്ടോ സേലം ആ ഭാഗം, ഇതൊക്കെ കാണുകയാണ്. അത്ര ഉയരത്തിലുള്ള സ്ഥലത്താണ്. 1600 മീറ്റർ മുകളിലാണെന്ന് പറഞ്ഞത്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. പക്ഷെ ഞാൻ നേരെ കാണിക്കുന്നില്ല, കാരണം അവിടെ മുഴുവൻ ബിയർ കുപ്പികളും മറ്റേ എൻ്റെ കുപ്പികളൊക്കെയാണ് കിടക്കുന്നത് കേട്ടോ. എല്ലാം ഈ ചെറുപ്പക്കാർ വന്നിട്ട് ഉള്ള പരിപാടികളാണ് ഇവിടെ. ഭക്ഷണം കഴിച്ചിട്ട് അവിടെ തന്നെ ഇടും. അപ്പം നേരെ എന്നിട്ട് നമ്മളിന്ന് കരടിയൂർ വ്യൂ പോയിന്റിലേക്ക് പോവാണ് കേട്ടോ. അവിടുന്ന് ഒരു 12-13 കിലോമീറ്റർ ഉണ്ട് ഇവിടേക്ക്. പെർ ഹെഡ് 20 രൂപ അവിടേക്ക് കേട്ടോ എൻട്രി പോയിന്റ്. അപ്പോൾ ഇതാണ്
ഒരു ഏറ്റവും ഉയരത്തിലുള്ള സ്ഥലമാണിത്. എന്താണ് അപ്പോൾ ഈ എല്ലാം കാണാം, സേലം വരെ ആ അടിഭാഗം വരെ നല്ല ഭംഗിയിൽ, നല്ല രസം കാണാൻ, നല്ല ഭംഗിയാണ്. പക്ഷെ നമുക്ക് ഈ ഫോട്ടോ എടുക്കുമ്പോൾ അത്രയും ഇങ്ങോട്ട് ക്ലിയർ ആവണില്ല, കാരണം അത്രയും മഞ്ഞാണേ, മഞ്ഞ് നിറഞ്ഞ് നിൽക്കുകയാണ്. പുക ഫോഗ് നല്ല ഉഗ്രനായിട്ട്. പക്ഷെ എന്താ മുകളിൽ നിന്ന് എന്തൊരു ഭംഗി അറിയോ കാണാൻ. പക്ഷെ കാണാൻ നല്ലതാ, എന്താ ഇപ്പോൾ ചെയ്യുക, നമുക്ക് ഇതിലെടുക്കുമ്പോൾ അത്ര ഭംഗിയുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നമ്മളുടെ ഒരു ഓർമ്മയല്ലേ. അപ്പോൾ പിന്നെ അത് കണ്ടില്ലേ, ആ താഴെ ടൗണൊക്കെ കാണുന്നത്. അപ്പോൾ എന്നാൽ ശരി, നേരെ പോവാണ്, നമ്മുടെ ട്രെയിനിൻ്റെ സമയമാവേ. അപ്പോൾ ഇത് സേലം സ്റ്റേഷനാണ്. അപ്പോൾ അവിടെ കുറച്ച് കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു. അന്നപൂർണ്ണ ഇതെന്ന് ഇത് പൊങ്കലിൻ്റെ ഒരു സാങ്കല്പികം ആയിട്ട് വെച്ചിരിക്കുകയാണ്, സങ്കല്പം അതായിട്ട് അവർ വെച്ചിരിക്കുക, വെറുതെ അങ്ങനെ പൊങ്കൽ കഴിയണ ആ ഒരു സമയം കഴിയണ വരെ. ഇതാ സേലം സ്റ്റേഷൻ. അപ്പോൾ നിങ്ങൾ ഒരു 2 ദിവസത്തെ പരിപാടിയായിരുന്നു. എന്തായാലും ആ 2 ദിവസം അങ്ങനെ കറങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് പറയൂ കേട്ടോ. വെറുതെ ഞാൻ കാണുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് മാത്രം, ഉദ്ദേശം വേറൊന്നുമില്ല, വേറെ ഒരു ദുരുദ്ദേശവും ഇല്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഓരോ മെസ്സേജൊക്കെ ഇടാം കേട്ടോ. ഒരു മസാല ദോശയൊക്കെ കഴിച്ചു. ഈ ട്രെയിൻ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. പോട്ടെ, ടാറ്റാ.